പ്രേക്ഷകർക്ക് മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ ഈ വീഡിയോ കാണുക. നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ അപ്രതീക്ഷിതമായൊരു മിറക്കിൾ സംഭവിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നൊരു ദുഃഖം എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതായിരുന്നു. മാത്രമല്ല അത് സത്യവുമായിരുന്നു. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ അടിക്കടി ഒരുപാട് പ്രതിസന്ധികളുണ്ടാവുകയും നിങ്ങളുടെ പ്രണയ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജയിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാനും കഴിയുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ലായിരുന്നു. നിലവിലെ സ്ഥിതി അതുതന്നെയാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പരിഗണിക്കുന്നേയില്ല. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. പക്ഷെ നിങ്ങളുടെ വ്യക്തി ഒരിക്കലും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ അത്ര നന്നായല്ല കാണുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ നിരവധി പ്രതിസന്ധികൾ, നിരവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുകയാണ്. ഏത് പ്രതികൂല സാഹചര്യത്തെയും പിടിച്ചു നിൽക്കാനുള്ള, തരണം ചെയ്യാനുള്ള ഒരു നൈസർഗികമായ ശക്തി, ഒരു ചൈതന്യം നിങ്ങൾക്കെപ്പോഴും നിങ്ങളുടെ ശക്തി നൽകിയിട്ടുണ്ട്. പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തു നിൽക്കാനുള്ള ആത്മബലം നിങ്ങൾക്കുണ്ടെന്ന്. സത്യമാണ്. മറ്റു പലരും പ്രതിസന്ധികളിൽ തളരുമ്പോൾ നിങ്ങൾ പുഷ്പം പോലെ ധൈര്യപൂർവം ആ പ്രതിസന്ധികൾക്ക് നേരെ നോക്കി ചിരിക്കാനും ആത്മവിശ്വാസത്തോടെ നിലകൊള്ളാനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ കഴിവ് തന്നെയാണ്. ആ കഴിവിനെ ചെറുതായിട്ട് കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് ഹൃദയത്തിൽ അത്തരമൊരു ചിന്ത എപ്പോഴും ഉണ്ടായിട്ടുമുണ്ട്. ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട്, ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പോസിറ്റീവ് എനർജിയോടെ നിലനിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ജീവിതം കണ്ടൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളും സന്തോഷകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു വ്യക്തി, അതായത് നിങ്ങളുടെ വ്യക്തി, നിങ്ങളെ മനസ്സിലാക്കാത്തതിൽ നിങ്ങൾ അതീവ ദുഃഖം അനുഭവിക്കുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെയായാലും ആ വ്യക്തി നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി സ്നേഹിച്ച് ഇരുന്നെങ്കിൽ എന്നുള്ള നിങ്ങളുടെ ആ തീരുമാനം അവസാനിക്കാത്തതാണ്. നിങ്ങൾക്ക് വേറെ ഒന്നും ആ വ്യക്തിയിൽ നിന്ന് വേണ്ട. നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് ഭൗതികമായ സഹായങ്ങളൊന്നും വേണ്ട. അത് ലഭിക്കാത്തതിൽ പരാതിയില്ല. പക്ഷേ വശ്യമായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് ആ വ്യക്തിയെ. പ്രണയത്തിൻ്റെ കാര്യത്തിൽ, ഇഷ്ടത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ സാന്നിധ്യം എപ്പോഴും വേണമെന്നുള്ളത് ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുമുണ്ട്. ആ വ്യക്തിക്ക് മൊത്തത്തിൽ മനസ്സിലായി. ആ വ്യക്തി ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ നിങ്ങളാണ്. നിങ്ങൾക്ക് എപ്പോഴും ആ വ്യക്തിയുടെ സാന്നിധ്യം വേണം. എപ്പോഴും ആ വ്യക്തിയുടെ അരികിൽ നിങ്ങളുണ്ടാവണം. നിങ്ങളുടെ അരികിൽ ആ വ്യക്തി ഉണ്ടാവണം. അമിതമായ ഇഷ്ടവും താല്പര്യവും നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ മാനസികമായി അടുപ്പിച്ചിട്ടുണ്ട്.
നിങ്ങളുടെ കാര്യത്തിൽ അത് സത്യവുമാണ്. പക്ഷെ ആ വ്യക്തി ജീവിതത്തിലെ മറ്റ് പ്രതിസന്ധികൾ, ജീവിതത്തിലെ മറ്റ് വെല്ലുവിളികൾ, ഇതിൽ തളർന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ നിരാശകളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നിങ്ങളോടുള്ള ഇഷ്ടം കുറയുന്നത്. അപ്പോഴുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ള ഒരു മിഥ്യാധാരണ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ആരോ ഇട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരു ധൈര്യത്തിൽ പോകട്ടെ എന്ന് ആ വ്യക്തി പറയുന്നത്. യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് പതുക്കെ അകലുകയാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സോടെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാവുന്നു. നിങ്ങൾക്ക് ആ വ്യക്തിയെ പ്രധാനപ്പെട്ട വ്യക്തിയാകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന് പുതിയൊരു ദിശാബോധം വരുന്നു. കേട്ടവാദി കേൾക്കാത്തവാദി. നിങ്ങൾ ആ വ്യക്തിയെ മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് ആ വ്യക്തി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്നു. പക്ഷെ ആ വ്യക്തി നിങ്ങളെ പരിഗണിക്കുന്നില്ല. അത് സത്യവുമാണ്. ആ വ്യക്തി നിങ്ങളോട് മടുപ്പ് കാണിക്കുന്നു. നിങ്ങളെന്നും ആഗ്രഹിച്ചത് ആ വ്യക്തിയുടെ സ്നേഹം മാത്രമാണ്. ആ വ്യക്തിയിലൂടെ എന്തെങ്കിലും നേടി ഭൗതികമായ നേട്ടമോ അധികാരം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ നിഘണ്ടുവിൽ തന്നെ ഇല്ല. ആ വ്യക്തിയെ കൂടുതൽ സ്നേഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളൊരു നഗ്നമായ സത്യം മനസ്സിലാക്കി ആ വ്യക്തി നിങ്ങളിൽ നിന്ന് കൂടുതൽ അകലാൻ ശ്രമിക്കുന്നു. അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ലായിരുന്നു. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ നിങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നു. നിങ്ങൾ പല തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ, ആത്മാർത്ഥമായ സമീപനങ്ങൾ നടത്തി. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സ് കല്ല് പോലെ നിന്നു. ആ വ്യക്തി നിങ്ങളെ പരിഗണിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അതേക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. പക്ഷേ ആ വ്യക്തിയിലെ സ്നേഹം വിട്ടുകളയാൻ നിങ്ങൾക്കാകുന്നില്ല. ആ വ്യക്തി സ്നേഹിക്കാതിരിക്കുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും ഉൾക്കൊള്ളാതിരിക്കുന്നതും ആ വ്യക്തിയുടെ ആവശ്യം. പക്ഷേ നിങ്ങളെ സ്നേഹിച്ച ആ വ്യക്തിയെ, നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെ നഷ്ടപ്പെടുത്താൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കില്ല. മറ്റു ചില ആളുകൾ ഒരുപക്ഷെ ബോധപൂർവമായോ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള സമീപനം അത് നിങ്ങളെ ഈ പുറത്തു നിന്നുള്ള ഇത്തരം നിങ്ങളുടെ ബന്ധത്തെ തകർക്കാൻ പോകുന്ന ആശയത്തെയും വ്യക്തികളെയൊക്കെ പിന്താകുന്നുണ്ട്. നിങ്ങൾ സംശയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത്തരത്തിൽ ആരെങ്കിലും നിങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതം വലിയ ബുദ്ധിമുട്ടിലാക്കുമെന്നാണ്. അത് ഒരിക്കലും ആത്മാർത്ഥമായൊരു സമീപനമല്ല. ഇത്തരത്തിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുണ്ടാകുന്ന ഏതെങ്കിലും ഒരു പ്രതിസന്ധിയെക്കുറിച്ച് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു സഹതാപത്തോടെ നിങ്ങളെ സമീപിക്കാൻ ചിലർ തുനിഞ്ഞു നിൽക്കുന്നുണ്ട്. അവർക്കറിയാം, അല്ലെങ്കിൽ അവർ പറഞ്ഞു വരുത്തുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇതിൽ കൂടുതൽ ഇനി അടുക്കില്ല. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്താൻ ഒട്ടും ആഗ്രഹമില്ല. ഒന്നുകിൽ നിങ്ങളെക്കാൾ ഇഷ്ടപ്പെട്ട ആരെങ്കിലുമായി ആ വ്യക്തി ഇഷ്ടത്തിലാവുന്നു,
അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാനുള്ള സ്വയമേവയുള്ള വിവേകം ഇല്ലാതെ പോകുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യാതെ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം ആ വ്യക്തിയുടെ സ്റ്റാറ്റസ്, ആ വ്യക്തിയുടെ അവസ്ഥ, അതൊക്കെ ആ വ്യക്തി കണക്ക് കൂട്ടുമ്പോൾ എൻ്റെ ഒപ്പം എത്താൻ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ച അല്ലെങ്കിൽ കണ്ടുമുട്ടിയ ആൾ ആയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ഒഴിഞ്ഞ് അവർ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ വ്യക്തിയെ വേദനിപ്പിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അവരുടെ ശ്രമങ്ങളെ ഒരുമിച്ച് നിന്ന് തോൽപ്പിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങളവരെ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചതുപോലെ തിരിച്ചിങ്ങോട്ടൊരു സഹായം ആ വ്യക്തിയിൽ നിന്നുണ്ടാകുകയില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഓരോ ഘട്ടത്തിലും നിങ്ങളെ കണ്ടപ്പോൾ, നിങ്ങളുടെ ജീവിതം പറഞ്ഞപ്പോൾ നിങ്ങളോട് സഹതാപവും സ്നേഹവും തോന്നിയ ചിലർ നിങ്ങൾക്കൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള വഴക്ക് മൂലം, ആ ഒരു അകൽച്ച മൂലം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ തന്നെ സ്വാധീനിക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം വല്ലാത്തൊരു ദിശയിലായി. അത് തുടങ്ങിയിടത്തോ അല്ലെങ്കിൽ തുടങ്ങി ഇത്രയും എത്തിയ സാഹചര്യത്തിലോ നിങ്ങൾക്കൊരു പ്രതീക്ഷയും നൽകാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ മിറക്കിൾ തീർച്ചയായും സംഭവിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഈശ്വരൻ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ആ മാറ്റങ്ങൾ വരുത്തൽ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മുന്നേറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ മിറക്കിൾ തന്നെ സംഭവിക്കും. ആ വ്യക്തിക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായ തെറ്റിദ്ധാരണകൾ, പ്രശ്നങ്ങൾ, അതെല്ലാം മാറ്റി നല്ല ഒരു പ്രണയബന്ധത്തിലേക്ക് നിങ്ങൾക്കും ആ വ്യക്തിക്കും വരുന്നതിനൊരു തടസ്സവുമില്ല. നിങ്ങളെ ഇപ്പോഴും എപ്പോഴും സ്നേഹിക്കുന്നവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഒരു മിറക്കിൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ശക്തി നിങ്ങളെ അനുഗ്രഹിക്കും. അതിൽ കൃത്യമായി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ, പ്രണയ ജീവിതത്തിലുണ്ടാകുന്നൊരു മിറക്കിളിനെ കുറിച്ചാണ് പറയുന്നത്. ആ മിറക്കിൾ കൂടുതൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഊർജം നൽകും. നിങ്ങൾക്ക് അത്തരത്തിൽ നൽകുന്ന ആ ഊർജം ആ വ്യക്തിക്ക് വിശാലമായൊരു ഹൃദയമുണ്ട് എന്നതിന് തുല്യമാണ്. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ ആ സാഹചര്യങ്ങൾ, അത് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഒരു പ്രചോദനം തോന്നും. കാരണം അത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും നിങ്ങളുടെ പ്രണയ ജീവിതത്തിലെ മിറക്കിൾ സംഭവിക്കുക തന്നെ ചെയ്യും. മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ ജീവിതത്തിൽ ചിരിച്ച് കാണിക്കുമ്പോൾ ഉള്ളിൽ ഒരുപാട് കരയാൻ അല്ലെങ്കിൽ കരയാനുള്ള കാര്യങ്ങൾ ജീവിതം നിങ്ങൾക്ക് സമ്മാനിക്കാറുണ്ട്. പക്ഷേ മുന്നോട്ട് പോവുക. അപ്രതീക്ഷിതമായി ചിലത് നന്നായി പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കും. നിങ്ങളെ അകറ്റാൻ നോക്കിയവർക്ക് അകൽച്ചയുണ്ടാകുകയും നിങ്ങളെ അടുപ്പിക്കാൻ കണക്ക് കൂട്ടിയിറങ്ങിയവർക്ക് അടുപ്പവും ഉണ്ടാകും. ജീവിതത്തിൽ കൃത്യമായ മാനദണ്ഡത്തോടെ, കൃത്യമായ ഇഷ്ടത്തോടെ മുന്നോട്ട് പോവുക. ഒരിക്കലും ജീവിതത്തിൽ സ്നേഹബന്ധം, വ്യക്തിബന്ധം, അതിനെ മൂല്യങ്ങളുടെ രൂപത്തിൽ കാണാൻ കഴിയില്ല. കാരണം അത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് വരാൻ കാരണമാകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെയധികം പോസിറ്റിവിറ്റി നിങ്ങൾക്ക് നൽകുന്ന
ഒരു ദിവസം വരികയാണ്. അത് നിങ്ങൾക്ക് ഏറ്റവും നന്നായി ആത്മവിശ്വാസം പകരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളെ അപ്രതീക്ഷിതമായി നേരിടാനുള്ള ആർജവം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇതുവരെ നിങ്ങളെ സ്നേഹിക്കാത്ത, കൂടാത്ത അല്ലെങ്കിൽ മനസ്സ് നിറയെ നിങ്ങളില്ലാത്ത ഇരുന്ന ആ വ്യക്തി കൂടുതലായി നിങ്ങളെ സ്നേഹിക്കുകയാണ്, ഇഷ്ടപ്പെടുകയാണ്. ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളാണ്. മനസ്സുരുകിയപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ അത് ഫലിക്കുന്നു. നിങ്ങളുടെ പ്രണയ ജീവിതത്തിലൊരു മുരക്കൽ സംഭവിക്കുന്നു. ആരൊക്കെയാണോ നിങ്ങളെ പ്രണയത്തിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് അവരിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണയായത് മാറുന്നു. അത്തരത്തിൽ വലിയ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വരുന്നു. പ്രാർത്ഥനകളിൽ മുഴുകി നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.